കരയണോ ചിരിക്കണോ അറിയാത്ത അവസ്ഥ എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളൂ. ഇന്ന് അതായിരുന്നു അവസ്ഥ. അത്രമാത്രം സ്നേഹവും സമ്മാനപ്പൊതികളും. അയ്യോ, യോഗ എക്സസൈസ് ഒക്കെ പതിവ് പോലെ നടന്നു. എന്റെ ഇവിടുത്തെ അവസാനത്തെ ദിവസം ആയതുകൊണ്ട് അധികനെയും കൊണ്ടാണ് HM സാർ ഇന്ന് വന്നത് തന്നെ. എനിക്ക് എല്ലാരോടും ഞാൻ ഇന്നും കൂടി ഉള്ളൂ എന്ന് പറയാൻ മടിയായിരുന്നു. എന്നാലും കുറെ പേരൊക്കെ അറിഞ്ഞു. അതിന്റെ ഇടയിൽ ഞാൻ ഓർഡർ ചെയ്ത ഒരു കുഞ്ഞു ക്യാമറ വന്നു. ഇനി അങ്ങോട്ടുള്ള വീഡിയോ ഫുള്ള് ഈ ക്യാമറയിലാട്ടോ. എന്തായാലും ക്യാമറ കിട്ടിയതല്ലേ, അദ്വികിനെ എടുത്ത് തന്നെ തുടങ്ങാന്നങ്ങ് വിചാരിച്ചു. പിന്നെ ചുറ്റി നടന്ന് എല്ലാരെയും എടുത്തു. അതിന്റെ ഇടയിൽ ക്രാഫ്റ്റിന്റെ പണിയായിട്ട് കുറച്ച് ബേർഡ്സിനെയും പിന്നെ കുറച്ച് വാൾ ഹാങ്ങിങ്സ് ഒക്കെ ഉണ്ടാക്കി. ഹെഡ് മേമും HM സാറൊക്കെ സ്നേഹം കൊണ്ട് പൊതിഞ്ഞു കേട്ടോ. സങ്കടായി. ഉച്ചയ്ക്ക് ഊണ് HM സാറെ വീട്ടിലായിരുന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അങ്ങോട്ട് നടക്കണ വഴി പുഷ്പനെ കണ്ടു. പുഷ്പന്റെ ക്ലാസ്സിലെ കുട്ടിയാട്ടോ. അത് കഴിഞ്ഞ് നേരെ നമ്മുടെ അദ്വികിന്റെ വീട്ടിലോട്ട്. ഊണൊക്കെ കഴിഞ്ഞ് ഞാൻ എന്റെ വിജയലക്ഷ്മിന്റെ വീട്ടിലും പോയി ആളോട് യാത്ര പറയാൻ. ആളിനെ കണ്ട് സർപ്രൈസ് ആയി പോയിട്ടോ. ഞെട്ടിത്തരിച്ചവിടെ കുറെ നേരം നിന്നു. പിന്നെ യാത്രയൊക്കെ പറഞ്ഞ് അവളെ ചേർത്ത് പിടിച്ചപ്പോ ഓക്ക് സങ്കടായി, എനിക്കും സങ്കടായി. വീട്ടിൽ വന്ന് ഗിഫ്റ്റ്സ് ഒക്കെ പൊടിച്ചൊക്കെ കുറെ ഗിഫ്റ്റ്സ്, ഫുൾ ആഭരണങ്ങൾ. അപ്പോഴാണ് നമ്മളെ കോട്ടേശ്വരി മാം ലിങ്സൂർ വരെ പോവാന്ന് പറഞ്ഞത്. അങ്ങനെ മാമിന്റെ കൂടെ ലിങ്സൂർക്ക് പോയി. അവിടെ തിന്ന ഒരു ജ്യൂസും കുടിച്ചിട്ട് പിന്നെ നേരെ ട്രെൻസിൽ കയറി. ആളെനിക്കൊരു ഡ്രസ്സൊക്കെ വാങ്ങി തന്നു, ജീൻസ് ഷർട്ട്. നല്ല രസല്ലേ. അത് കഴിഞ്ഞ് ഞാനൊന്ന് മുടിയും വെട്ടിച്ചു. എന്നിട്ട് ഞങ്ങൾ വീണ്ടും തിരിച്ച് വീട്ടിലോട്ട്. അങ്ങനെ